കുജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകികോകിലം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ ഡോക്ടർ മാരാർജി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. ഇവിടെ രാമായണ മാസം ആരംഭിക്കുകയാണ്. ആദിത്യൻ കർക്കിടക രാശിയിലേക്ക് പ്രവേശിക്കുന്നത് 1200 മിഥുനമാസം 32-ാം തീയതിയാണ്. അതായത് 2025 ജൂലൈ മാസം 16-ാം തീയതി വൈകിട്ട് 5 മണിയോടുകൂടിയാണ് കർക്കിടക രവി സംക്രമം. ഈ കർക്കിടക രവി സംക്രമമാണ് സൂര്യൻ്റെ കർക്കിടക രാശി പ്രവേശനവും അതുമായി ബന്ധപ്പെടുന്ന ശുഭാശുഭ ഫലങ്ങളും നാം ചർച്ച ചെയ്യേണ്ടത്. രാമായണ മാസാരംഭമാണ്. പുണ്യപുരാണ രാമായണ മാസം എന്നൊക്കെ നാം പറയും. രാമായണത്തെ, വാൽമീകിയുടെ മൂലരാമായണത്തെ ഇത്രയധികം ജനകീയമാക്കിയത് എഴുത്തച്ഛനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ അവതരണ ശൈലി തൻ്റെ ശ്ലോകങ്ങളിലൂടെ അത് ജനകീയമാക്കി സാധാരണക്കാർക്കും പ്രാപ്യമായ ദുർഗ്രാഹ്യമായ സംസ്കൃത പദങ്ങളിൽ നിന്നും മോചിതരാകാനുള്ള ഒരു വലിയ അവസരം തുഞ്ചത്ത് എഴുത്തച്ഛൻ, തുഞ്ചത്ത് ആചാര്യൻ മലയാളിക്ക് സമ്മാനിച്ചു. അപ്രകാരം തന്നെ കമ്പരാമായണം, ലോകത്തിൽ ഇന്തോനേഷ്യയിലും രാമായണമുണ്ട്. രാമായണം എല്ലാ ഭാഷകളിലും അതിശക്തമായി തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. തൻ്റെ കൃതിയെപ്പറ്റിയുള്ള ഒരു ധൈര്യപൂർവമുള്ള നീക്കമായിരുന്നു വാൽമീകി തൻ്റെ ശ്ലോകാരംഭത്തിൽ രാമായണം രചിക്കുമ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചത്. യാവസ്ഥാസ്യന്തി ഗിരയ സരിതശ്ച മഹീതലേ താവത് രാമായണ കഥ ലോകേഷു പ്രചരിഷ്യതി. ഈ കുന്നുകളും പുഴകളും ഉള്ള കാലത്തോളം, അനന്തകാലത്തോളം രാമായണ കഥ ലോകങ്ങളിൽ പ്രചരിക്കുമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. അത് കവിയുടെ ആത്മധൈര്യമാകുന്നു. തൻ്റെ കൃതി എത്രത്തോളം മികച്ചതാണ്, അത് എത്രത്തോളം പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിക്കുമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നു ആ ശ്ലോകവും രാമായണമെന്ന ആ ഇതിഹാസ ഗ്രന്ഥവും. പലരും രാമായണമെന്ന ഈ ശ്ലോകത്തിനെ 4 ശ്ലോകത്തിൽ, ഒരൊറ്റ ശ്ലോകത്തിൽ ഏകശ്ലോകി രാമായണമെന്ന രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കർത്തൃത്വമാരെന്ന് നമുക്കറിയില്ല. പൂർവം രാമതപോവനാധിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരി ദാഹനം പശ്ചാത് രാവണ കുംഭകർണ മഥനം ഏതദ്ധി രാമായണം. ഇതാകുന്നു രാമായണത്തിൻ്റെ അന്തസത്ത. ഏതായാലും ഈ രാമായണ കർക്കിടക മാസത്തിൻ്റെ പ്രത്യേകത എന്താണ്? സൂര്യൻ കർക്കിടക രാശിയിലേക്ക് പ്രവേശിക്കുന്നു. ഇതാണ് കർക്കിടക മാസം. ഇത് കർക്കിടക മാസം 32ഓളം ദിനങ്ങൾ സൂര്യൻ കർക്കിടക രാശിയിൽ നിൽക്കുന്നു. അതാണ് കർക്കിടക മാസം. യഥാർത്ഥത്തിൽ സൂര്യൻ്റെ ആശ്രയഫലം വരാഹമിഹിര ആചാര്യൻ പറഞ്ഞത് അത്ര ശുഭമല്ല. കർക്കിടകത്തിൽ മിഥുനത്തിലെ സൂര്യനാണെങ്കിൽ വിദ്യാ ജ്യോതിഷ വിത്തവാൻ, വിദ്യയും ജ്യോതിഷവും ധനവും ഉണ്ടാകുമെന്ന് പറഞ്ഞു. പക്ഷേ കർക്കിടക രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ സൂര്യൻ്റെ ആശ്രയഫലം വളരെ നല്ല ഒരു ഫലമല്ല ഹോരാചാര്യൻ പറഞ്ഞിരിക്കുന്നത്. തീഷ്ണോസ്വ പരകാര്യകൃത് ശ്രമവധ ക്ലേശേച്ച് സംയുജ്യത. തീഷ്ണ, അദ്ദേഹം ആ ആദിത്യൻ്റെ തീഷ്ണ സ്വഭാവം പുലർത്തും കർക്കിടകത്തിലെ സൂര്യൻ. അസ്വഹ നാസ്തി സ്വം യസ്യ സഹ. ഇദ്ദേഹം ധനപരമായ അഭിവൃദ്ധി ഇദ്ദേഹത്തിനുണ്ടാകില്ല. ഇദ്ദേഹം ദരിദ്രനാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്വമില്ലാത്തവൻ, ധനമില്ലാത്തവൻ ദരിദ്രനാണ്. പരകാര്യകൃത്, പരസ്യ കാര്യം കരോതി ഇത് പരകാര്യകൃത്. അന്യന് വേണ്ടി ജോലി ചെയ്യുക, അന്യനെ സേവിക്കുക. അത് കൺസൾട്ടൻസി മുതലായ വിഷയങ്ങളിലേക്കൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ശ്രമവധ ക്ലേശഹി സംയുജ്യതേ. ധാരാളം ക്ലേശങ്ങൾ അനുഭവിക്കും ഈ വ്യക്തി. ശ്രമവധ, വധശ്രമം മുതലായ വിഷയങ്ങളിലേക്ക് വരും. പലപ്പോഴും പാപരതി വളരെയധികം കർക്കിടകത്തിൽ നിൽക്കുന്ന ആദിത്യൻ പ്രകടിപ്പിക്കും.
കുറ്റവാസന, കുറ്റരതി, പാപവാസന തനിക്കുണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നു. സൂര്യൻ പാപഗ്രഹമാണെങ്കിലും സാത്വിക ഗ്രഹത്തിലാണ് അദ്ദേഹത്തെ പെടുത്തിയിരിക്കുന്നത്. ഈ സൂര്യനും ചൊവ്വയും കൂടി വന്നാൽ അഘരതമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. അയാൾ പാപരതിയോട് കൂടിയിരിക്കുന്ന വ്യക്തിയായിരിക്കുമെന്ന് ഫലം പറഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള സൂര്യനും ചൊവ്വയും 6, 3, 9 ഭാവങ്ങളിലൊക്കെ നിൽക്കുകയാണെങ്കിൽ വലിയ കുറ്റകർമ്മങ്ങളിലും പാപവാസനകളിലും എത്തിച്ചേരുമെന്നൊരു ഫലം ഉണ്ട്. അതിനാൽ ഈ കർക്കിടകത്തിലെ സൂര്യൻ്റെ ചാരവാശാലുള്ള ഫലം എപ്രകാരമാണ് മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാർക്കും അനുഭവവേദ്യമാവുക എന്നാണ് നാം ചർച്ച ചെയ്യുന്നത്. വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ വൃശ്ചികൻ രാശിക്കാർക്ക് സൂര്യൻ നിൽക്കുന്നത് ഭാഗ്യസ്ഥാനത്താണ്, 9-ാം ഭാവത്തിലാണ്. പിതൃകാരകനാണ് സൂര്യൻ. തൻ്റെ പിതാവ്, തൻ്റെ ജനകനാണ്. 9-ാം ഭാവാധിപനാണ്. തൻ്റെ ജനകനാണ് സൂര്യൻ. ജനിപ്പിക്കുന്ന ആളാണ്. ജനയതി ഇത് ജനക, തൻ്റെ ജനിപ്പിക്കുന്ന വ്യക്തിയാണ് സൂര്യൻ. ആ പിതൃകാരകനായ സൂര്യൻ 9-ാം ഭാവം എന്നാൽ പിതൃഭാവമാകുന്നു, പൈതൃകമായ ഭാവമാണ്. അവിടെ നിൽക്കുന്നത് അച്ഛന് നല്ലതല്ല. ആ 9-ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ 3-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്, വിശേഷ ദൃഷ്ടി 7-ാം ഭാവത്തിലേക്ക്. 9-ൽ നിന്നുകൊണ്ട് ലഗ്നാൽ 3-ാം ഭാവത്തിലേക്ക് നോക്കുന്നു. ആ 3-ാം ഭാവത്തിൽ സഹോദരഭാവമാണ്, സഹായികളാണ്. അതിനാൽ 9-ൽ സൂര്യൻ വരുമ്പോൾ സഹോദരങ്ങൾക്കും തൻ്റെ സഹായികൾക്കും അത്ര നല്ലതല്ല. പക്ഷേ 9-ലെ സൂര്യൻ കരുത്ത് പ്രകടിപ്പിക്കും. തനിക്കൊരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യുവാനുള്ള അസാധ്യമായ വാസന, കഴിവ്, ഇതൊക്കെ 9-ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ തരും. അനാവശ്യമായ വാശി പ്രകടിപ്പിക്കാതിരിക്കുക, വാശി കൂടിപ്പോവുക, ദുരഭിമാനം തന്നെ ഭരിക്കുക, ഈഗോയിസ്റ്റ് ആവുക, ഇതൊക്കെ ഈ മാസക്കാലം വൃശ്ചികൻ രാശിക്കാർ വളരെ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ഇതുമൂലം വളരെയധികം കഷ്ടപ്പാടുകൾ ഉണ്ടാകും. തനിക്ക് ലഭിക്കേണ്ടുന്ന അവസരങ്ങൾ അത് ലഭിക്കാതെ പോകും. ഒരു തരത്തിലുള്ള പ്രകോപനങ്ങൾക്കും താൻ വശംവദനാകാതെ നോക്കുക. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ സൂര്യൻ വളരെയധികം ഗുണം ചെയ്യും. ധർമ്മേ സുത അർത്ഥ സുഖഭാഗ്, ഹോരാചാര്യർ പറഞ്ഞ ഫലം അപ്രകാരമാകുന്നു. 9-ാം ഭാവത്തിൽ ധർമ്മഭാവത്തിൽ സൂര്യൻ വരുമ്പോൾ അർത്ഥധന സുഖഭാഗ്, തനിക്ക് ധനവും സുഖവും ഒക്കെ ലഭിക്കുമെന്ന് ഫലം പറഞ്ഞിരിക്കുന്നു. ദിവാനായകെ ദുഷ്ടത കോണയാതെ ന ചാപ്നോതി ചിന്താ വിരാമോസ്യ ചേത, ചമത്കാരി എന്താണെങ്കിൽ പറഞ്ഞ ഫലമാണ്. 9-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ ദുഷ്ടത, ചില വേണ്ടാത്ത, സമൂഹത്തിന് നിരക്കാത്ത അല്ലെങ്കിൽ സമൂഹങ്ങൾ അംഗീകരിക്കാത്ത രീതിയിലുള്ള ചില ദുഷ്പ്രവർത്തികൾക്കൊക്കെ കൂടി നിൽക്കേണ്ടി വരിക. സ്വതവേ വൃശ്ചികൻ രാശിക്കാർ വളരെ സ്വാർത്ഥമതികളായി കാണാറുണ്ട്. അതിനാൽ പല കാര്യങ്ങളിലും താൻ അടക്കി ഭരിക്കാൻ ആഗ്രഹിക്കുക, എല്ലാവരെയും തൻ്റെ ഈഗോ തന്നെ വല്ലാതെ ഭരിക്കുക. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൂടെ ക്ലേശങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. അതാണ് ദിവാനായകെ ദുഷ്ടത കോണയാതെ. 9-ാം ഭാവത്തിൽ കോണഭാവം 9-ാം ഭാവമാണ്. ദുഷ്ടത ന ചാപ്നോതി ചിന്താവിരാമ അസ്യ ചേത, തൻ്റെ മനസ്സിലെ ചിന്തയ്ക്ക് ഒരിക്കലും അവസാനമില്ല, ചിന്തിച്ചു കൊണ്ടിരിക്കും. തപശ്ചര്യയ അനിച്ഛയാഭിപ്രയാതി, താൻ ഇഷ്ടമില്ലാതെ തപസ് പ്രാർത്ഥന ചെയ്യേണ്ടി വരും. ക്രിയാതുങ്കതാം, ജോലിയിൽ അങ്ങേറ്റം ഉയർന്ന പദവിയിലെത്തും. തപ്യത സോദരണ, സഹോദരനാൽ തനിക്ക് ദുഃഖം വരും. അതിനാൽ വൃശ്ചികൻ രാശിക്കാർ സഹോദര ഗുണം ശ്രദ്ധിക്കണം. കാരണം സൂര്യൻ 9-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അതുപ്രകാരം തന്നെ ഗോഡ് ഫാദർ, തനിക്ക് വഴികാട്ടിയ ആളുകളോടൊക്കെ എന്തെങ്കിലും ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരിക, അതിനൊക്കെ ഏറ്റവും സാധ്യതയുള്ള മാസമാണിത്. അതിനാൽ വൃശ്ചികൻ രാശിക്കാർ ശ്രദ്ധിക്കണം. ജനക ഗുരുവിയുക്ത, പിതാവിനെ പിരിഞ്ഞിരിക്കുമെന്നൊരു ഫലമുള്ള രാശിയാണ് വൃശ്ചികൻ രാശി. അതിനാൽ പലപ്പോഴും അച്ഛൻ്റെ ആരോഗ്യവശം വളരെ ശ്രദ്ധിക്കുക. വൃശ്ചികൻ രാശിക്കാർ തങ്ങളുടെ പിതാവിൻ്റെ പേരിൽ കൂവളമാല, ജലധാര അല്ലെങ്കിൽ മൃത്യുഞ്ജയ ഹോമം കഴിപ്പിക്കുക, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയെങ്കിലും കഴിപ്പിക്കുന്നത് വളരെയധികം ഗുണപരമായിരിക്കും. അനാരോഗ്യത്താൽ വലയുന്ന തൻ്റെ പിതാവിന് മേൽപ്പറഞ്ഞ വഴിപാടുകളൊക്കെ ചെയ്ത് അവരുടെ ആരോഗ്യ സംരക്ഷണം ചെയ്യുക. തനിക്കും കാര്യങ്ങൾ വളരെ അനുകൂലമായി വരുന്ന ഒരു സമയമാണ്. കർമ്മമേഖലയിൽ വളരെയധികം ഉയർച്ച വരും. പല കർമ്മമേഖലയ്ക്കും വ്യാപരിക്കുവാനുള്ള അസുലഭമായ അവസരങ്ങൾ പ്രദാനം ചെയ്യും 9-ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ. അതാണ് ധർമ്മേ സുത അർത്ഥ സുഖഭാഗ്, ധനവും ധർമ്മവും സുഖവും തനിക്ക് ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തിന്മകളിലേക്ക് പോകാതിരിക്കുക. തിന്മയിലേക്ക് പോകുമ്പോൾ തമോ ഗുണമാണ് തന്നിൽ നിറയുക എന്നറിയുക. അതിലൂടെ ബുദ്ധിമുട്ടുകൾ വരും. സമൂഹത്തിന്, സൊസൈറ്റിക്ക് നിരക്കാത്ത ഒരു വിഷയത്തിലേക്കും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ വ്യാപരിക്കേണ്ടതെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.